നമ്മൾ ഗാർഡൻ സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ചതെന്ന് പറഞ്ഞെങ്കിൽ ലെറ്റ്യൂസ് വാങ്ങിച്ചു, ബ്രോക്കോളി വാങ്ങിച്ചു, അതുപോലെ തന്നെ ഗാർലിക് ചൈവ്സിൻ്റെ സീഡ്സ് മേടിച്ചു, പിന്നെ സ്നോപ്പിയുടെ സീഡ്സും മേടിച്ചു. ഈ 4 കാര്യങ്ങളാണ് കേട്ടോ വാങ്ങിച്ചത് കേട്ടോ. ഈ പോട്ടിൻ്റെ അകത്താണ്. ഈ ലെറ്റ്യൂസിനൊന്നും അധികം വേരോട്ടമൊന്നും ഇല്ലല്ലോ, അപ്പോൾ നമുക്ക് ഈ ഇതിൻ്റെ അകത്തേക്ക് നടാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് മണ്ണ് നിറച്ചിട്ടുണ്ട്, കുറച്ച് കരിയിലയും കുറച്ച് മണ്ണും പോട്ടിംഗ് സോയിലും എല്ലാം കൂടെ നിറച്ചതാണിത്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നടാം. ഇതിൻ്റെ അകത്ത് ഒരു കടുക് ഇങ്ങനെ നിൽപ്പുണ്ട്, അതുപോലെ തന്നെ ഒരു ബ്രൊക്കോളി, കഴിഞ്ഞ വർഷത്തെ ഒരു ബ്രൊക്കോളി ഇവിടെ കിടന്നുണ്ടായി വന്നതാണെന്ന് തോന്നുന്നു, അതിൻ്റെ കുരു വീണിട്ടേ. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് 3 കൂടെ നടാമെന്ന് തോന്നുന്നു. നമുക്ക് വിൻ്ററിലേക്കുള്ള വെജീസാണ് കേട്ടോ നമ്മളിപ്പോൾ നടുന്നത്. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ഗാർഡനിങ് താല്പര്യമുള്ളവർക്ക്, ന്യൂസിലൻഡിലുള്ളവർക്ക് വിൻ്ററിലേക്കുള്ള വെജിറ്റബിൾസ് നടാൻ പറ്റിയ സമയമാണിത് കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ വിൻ്ററിൽ വെജിറ്റബിൾസിനൊക്കെ ഭയങ്കര വില കൂടുകയും ചെയ്യും. ഈ ലെറ്റ്യൂസിനൊക്കെയാണ് ഒരെണ്ണത്തിന് $4 വരും ചിലപ്പം വിൻ്ററിൽ. അപ്പോൾ നമ്മളിപ്പം നടുവാണെങ്കിൽ വിൻ്ററിലേക്കുള്ള വെജീസ് നമുക്ക് കിട്ടും കേട്ടോ. ഈ വിൻ്ററിലാണ് നമ്മൾ നടുമ്പോൾ അധികം വെള്ളം ഒഴിക്കേണ്ട. അത് ഇത് രാത്രിയായിട്ട് അത്ര നല്ല വെളിച്ചം നിങ്ങൾക്ക് കാണത്തില്ലാത്ത കേട്ടോ. വൈകുന്നേരം ആകാൻ നോക്കിയിരുന്നേ. ഇനി വെള്ളം ഒഴിച്ചങ്ങ് വെക്കുവാണെങ്കിൽ ഈ ചെടികൾ രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല ഉഷാറായിട്ട് നിന്നോളും.